Hi all, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് റിജക്ഷൻ ഔട്ട് ആൻഡ് റിജക്ഷൻ ഇൻ എന്ന് പറയുന്ന രണ്ട് ഇൻവെൻറ്ററി വൗച്ചേഴ്സ് ആണ്. അപ്പോൾ ഈ വൗച്ചേഴ്സ് എന്താണ്, എങ്ങനെയാണ് നമുക്കത് പ്രാക്ടിക്കലി റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ടാലി പ്രൈം സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ടാലി പ്രൈം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നെയിം ഓഫ് കമ്പനി നിങ്ങൾക്ക് കാണാം, മാക്സ് ലിമിറ്റഡ്. അപ്പോൾ ഞാൻ പ്രീവിയസ്ലി ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പനിയാണ്. പ്രീവിയസ്ലി ചെയ്ത വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് ഈ കമ്പനിയിൽ തന്നെയായിരുന്നു ഞാൻ വൗച്ചേഴ്സ് എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചർ എന്താ? റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന ഒരു ഇൻവെൻറ്ററി വൗച്ചേഴ്സ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മെയിനായിട്ട് രണ്ട് വൗച്ചേഴ്സാണ് വരുന്നത്, അക്കൗണ്ടിങ് വൗച്ചേഴ്സും ഇൻവെൻറ്ററി വൗച്ചേഴ്സ്. അപ്പോൾ ഇൻവെൻറ്ററി വൗച്ചേഴ്സിൽ വരുന്ന ഒരു വൗച്ചറാണ് റിജക്ഷൻ ഔട്ട്. ബിക്കോസ് ഇൻവെൻറ്ററി വൗച്ചേഴ്സിൽ വരുന്ന വൗച്ചേഴ്സും എന്ന് പറയുന്നതിന് കാരണം ഇൻവെൻറ്ററി വൗച്ചേഴ്സിൽ വരുന്നതെല്ലാം തന്നെ നമുക്ക് ഫിനാൻഷ്യലി അത് നമുക്ക് എഫക്റ്റ് ചെയ്യില്ല. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എഫക്റ്റ് ചെയ്യില്ല. അതേസമയം നമ്മുടെ ഇൻവെൻറ്ററി റിപ്പോർട്ട്സിനെ അത് എഫക്റ്റ് ചെയ്യും. എപ്പോഴും ഇൻവെൻറ്ററിയിൽ മാത്രമായിരിക്കും അത് ചേഞ്ചസ് കൊണ്ടുവരിക. അപ്പോൾ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയർ നമ്മൾ റിസീവ് ചെയ്ത ഏതെങ്കിലും ഗുഡ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് നമ്മൾ റിജക്റ്റ് ചെയ്യുവാണ്, റിട്ടേൺ ചെയ്യുവാണ്, അതിനെയാണ് റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്കെങ്കിലും ഡൗട്ട് വരാം, അപ്പോൾ റിജക്ഷൻ ഔട്ടും നമ്മുടെ ഡെബിറ്റ് നോട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. ഡെബിറ്റ് നോട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, പർച്ചേസ് റിട്ടേൺ ആണ് അല്ലേ. അതായത് നമ്മൾ ഒരു സാധനം പർച്ചേസ് ചെയ്തതിന് ശേഷം സപ്ലയേഴ്സിന് അല്ലെങ്കിൽ സൺട്രി ക്രെഡിറ്റേഴ്സിന് റിട്ടേൺ ചെയ്യുന്നതാണ് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ റിജക്ഷൻ ഔട്ട് ഇൻവെൻറ്ററി വൗച്ചറും ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നതുമാണ്. റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത് ഒരു പർച്ചേസ് ബില്ല് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യുവാണെങ്കിൽ, സ്റ്റോക്ക് റിജക്റ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചറിലായിരിക്കും. അതേസമയം നമ്മൾ പർച്ചേസ് ബില്ല് റെക്കോർഡ് ചെയ്ത് അതായത് ബില്ലിംഗ് എല്ലാം ചെയ്തതിന് ശേഷമാണ് റിജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന വൗച്ചറിലും ആയിരിക്കും. ഇതാണ് രണ്ടും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റിജക്ഷൻ ഔട്ട് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വൗച്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ഗേറ്റ്വേ ടാലിയിൽ വൗച്ചേഴ്സ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗോ ടു ബട്ടൺ യൂസ് ചെയ്തിട്ട് വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് വൗച്ചർ എടുക്കുവാണ്. ഗോ ടു ബട്ടണിൽ പോയിട്ട് ക്രിയേറ്റ് വൗച്ചർ എടുത്തു. എന്നിട്ട് ഇവിടെ നോക്കാം, നമുക്ക് നമ്മുടെ വെർട്ടിക്കൽ ബട്ടൺ ബാറിൽ അല്ല റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന രണ്ട് വൗച്ചേഴ്സ് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മിസ്സിംഗ് ആണ് അല്ലേ. അപ്പോൾ എന്താ ചെയ്യുക, അതർ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഷോർട്ട് കീ എന്ന് പറയുന്നത് F10 ആണ്. F10 എടുക്കുക. F10 എടുത്തിട്ട് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണുന്നതെല്ലാം ആക്റ്റീവായിട്ട്, അതിൽ മുന്നേയുള്ള വീഡിയോസിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്, ആക്റ്റീവായിട്ടുള്ള വൗച്ചേഴ്സ് മാത്രമായിരിക്കും നമുക്ക് ഇവിടെ ഉണ്ടാകുക. ഇവിടെ ഇൻവെൻറ്ററി വൗച്ചേഴ്സിൽ അതേസമയം നമുക്ക് കണ്ടോ ഡെലിവറി നോട്ട്, ഫിസിക്കൽ സ്റ്റോക്ക്, അങ്ങനെ കുറച്ച് വൗച്ചേഴ്സ് കാണുന്നുണ്ട്. ഇതെല്ലാം ആക്റ്റീവാണ്. അപ്പോൾ നമ്മുടെ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചർ ഇനാക്റ്റീവാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഷോ ഇനാക്റ്റീവ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഷോ ഇനാക്റ്റീവ് എടുക്കുക. ഓക്കെ, ഷോ ഇനാക്റ്റീവ് എടുത്ത് കഴിയുമ്പോൾ ഇതിൽ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ റിജക്ഷൻ ഔട്ടാണ് നമുക്കിപ്പോൾ വേണ്ടത്. സോ ഞാൻ അവിടെ നിന്ന് റിജക്ഷൻ ഔട്ട് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് യു നീഡ് ടു ആക്ടിവേറ്റ് ദ റിജക്ഷൻ ഔട്ട് വൗച്ചർ ടൈപ്പ്. നമ്മൾ ആക്റ്റീവ് ചെയ്യണമെന്നുള്ളതാണ് ചോദിക്കുന്നത്. എസ് കാണിക്കാം. എസ് കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ റിജക്ഷൻ ഔട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് ആക്റ്റീവായി, അതോടൊപ്പം തന്നെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എങ്ങനെയാണ് റിജക്ഷൻ ഔട്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് റിജക്ഷൻ ഔട്ട് ചെയ്യാം. റിജക്ഷൻ ഔട്ട് വൗച്ചർ നമ്മൾ ആക്റ്റീവ് ആക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഈ റിജക്ഷൻ ഔട്ട് വൗച്ചർ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു റിപ്പോർട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് റിജക്ഷൻ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ടാവണം അല്ലേ. ഗുഡ്സ് റിസീവ് ചെയ്തിട്ടാണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത്. അതേസമയം ഗുഡ്സ് റിസീവ് ചെയ്തു എന്നാൽ നമ്മൾ ബില്ലിംഗ് ചെയ്തിട്ടില്ല. ആ ഒരു സിറ്റുവേഷനിലായിരിക്കും റിജക്റ്റ് ചെയ്യുന്നത്. റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചറിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ റിസീപ്റ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട്സ്, അതായത് റിസീപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതേസമയം നമ്മൾ പർച്ചേസ് ബില്ലിംഗ് ചെയ്തിട്ടില്ല.
അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, അതായത് എൻ്റെ റിപ്പോർട്ട് കാണാൻ വേണ്ടിയിട്ട് ഗേറ്റ്വേ ടാലിക്കകത്ത് ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് എടുക്കുക. അതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രിയിൽ നിങ്ങൾക്ക് കാണാം സെയിൽസ് ബിൽ പെൻഡിങ്, പർച്ചേസ് ബിൽ പെൻഡിങ്. അപ്പോൾ പർച്ചേസ് ബിൽസ് പെൻഡിങ് ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത്, ബിക്കോസ് പർച്ചേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ പർച്ചേസ് ബില്ല് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഗുഡ്സ് റിസീവ്ഡ് ബട്ട് ബിൽസ് നോട്ട് റിസീവ്ഡ്. ഗുഡ്സ് റിസീവ് ചെയ്തു, പക്ഷേ ബില്ല് നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രാക്കിംഗ് നമ്പർ 1 എന്ന് പറയുന്ന നമ്പർ വന്നിട്ടുണ്ട്. ട്രാക്കിംഗ് നമ്പർ ഇതെല്ലാം നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡെലിവറി നോട്ട്, റെസിപ്റ്റ് നോട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. ഇനി ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന സ്റ്റോക്ക് ഐറ്റം ആണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്. 50 നമ്പേഴ്സ്, ക്വാണ്ടിറ്റി 50 ആണ്. എത്രയാണ് റേറ്റ് അതെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന സപ്ലയർ സൺട്രി ക്രെഡിറ്റിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്തു, അതേസമയം പർച്ചേസ് ചെയ്തിട്ടില്ല, പർച്ചേസ് ബിൽ പെൻഡിങ് ആണ് അല്ലേ. അപ്പോൾ ഇത് ഈ ഒരു എൻട്രി എന്ന് പറയുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഡെലിവറി നോട്ട്, റെസിപ്റ്റ് നോട്ട് എന്ന് പറയുന്ന വൗച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ റിസീവ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് എഗെയിൻസ്റ്റ് ആണ് ഞാൻ റിജക്റ്റ് ചെയ്യാൻ പോകുന്നത് ബിഫോർ പർച്ചേസ് ബിൽസ്. ഓക്കെ, പർച്ചേസ് ബില്ല് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ റിജക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചറിൽ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്കിനി റെക്കോർഡ് ചെയ്യാം, റിജക്ഷൻ ഔട്ടിൽ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ സെയിം ഇപ്പോൾ ഞാൻ ഗേറ്റ്വേ ടാലിക്കകത്ത് നിന്ന് വൗച്ചേഴ്സ് എടുക്കുവാണ്. വൗച്ചേഴ്സ് എടുത്തു. അപ്പോൾ ഇനി സെയിം വേ അതർ വൗച്ചേഴ്സിൽ പോവുക. അപ്പോൾ ഓൾറെഡി ഞാൻ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെൻട്രി വൗച്ചേഴ്സിൽ നിങ്ങൾക്ക് കാണാം അല്ലേ റിജക്ഷൻ ഔട്ട്. അപ്പോൾ റിജക്ഷൻ ഔട്ടിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+F5 ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഷോർട്ട് കീ കാണാതെ അറിയാം, Ctrl+F5 എന്നുള്ളത് നിങ്ങൾക്ക് ബൈ ഹാർട്ടാണ്. നിങ്ങൾക്ക് കാണാതെ അറിയാമെന്നുണ്ടെങ്കിൽ വൗച്ചർ ജസ്റ്റ് ഇവിടെ വൗച്ചറിൽ വന്നിട്ട് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ജസ്റ്റ് Ctrl+F5 കൊടുത്ത് ഫംഗ്ഷൻ കീ F5 കൊടുത്തു കഴിഞ്ഞാൽ റിജക്ഷൻ ഔട്ട് എന്ന് പറയുന്ന വൗച്ചർ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഞാനിവിടെ റിജക്ഷൻ ഔട്ടിനെ ഒന്ന് റെക്കോർഡ് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു വൗച്ചർ ഡേറ്റ് കാണിക്കാൻ പോവുകയാണ്. വൗച്ചർ ഡേറ്റ് ഒരു 1/12/2020 ഞാൻ കൊടുത്തു. ദെൻ ലെഡ്ജർ അക്കൗണ്ടിൽ എപ്പോഴും നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ പാർട്ടി, അതായത് സപ്ലയറിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ സപ്ലയറിൻ്റെ പേരെന്ന് പറയുന്നത് ഞാൻ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത് പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിക്കാണ് നമ്മൾ ഓൾറെഡി എന്താ പറയുക പ്രൈം ട്രേഡേഴ്സ് എന്ന് പറയുന്ന പാർട്ടിയുടെ കയ്യിൽ നിന്നുമാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പ്രൈം ട്രേഡേഴ്സിന് ഞാനത് തിരിച്ച് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ്. അതായത് ലാപ്ടോപ്പ് ബാറ്ററി എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്, ഞാൻ കാണിച്ചായിരുന്നല്ലോ റിപ്പോർട്ടിൽ. അപ്പോൾ അത് ഞാൻ റിട്ടേൺ ചെയ്യുന്നതായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ക്വാണ്ടിറ്റി 2 വെച്ചിട്ടും കാണിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് പ്രൈം ട്രേഡേഴ്സാണ് ലെഡ്ജർ അക്കൗണ്ടിൽ കാണിക്കേണ്ടത്, അതായത് നമ്മുടെ സപ്ലയർ. അപ്പോൾ ഞാൻ പീന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ വന്നിട്ടുണ്ട്, പ്രൈം ട്രേഡേഴ്സ് കൊടുത്തു. ദെൻ എൻട്രി ചെയ്ത് നമ്മുടെ നെയിം ഓഫ് ഐറ്റം ഫീൽഡിൽ വരിക. നെയിം ഓഫ് ഐറ്റം ഫീൽഡിൽ വന്നിട്ട് ഏതാണ് സ്റ്റോക്ക്, അപ്പോൾ ലാപ്ടോപ്പ് ബാറ്ററിയാണ് റിസീവ് ചെയ്തിട്ടുള്ളത്, അത് സെലക്ട് ചെയ്യാം. സ്റ്റോക്കിൽ നിന്ന് ലാപ്ടോപ്പ് ബാറ്ററി സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ട്രാക്കിംഗ് നമ്പർ വന്നിട്ടുണ്ട്. ട്രാക്കിംഗ് നമ്പർ വന്നിരിക്കുന്നത് ഓൾറെഡി നമ്മൾ റിസീപ്റ്റ് നോട്ട് കൊടുത്തപ്പോൾ അവിടെ ട്രാക്കിംഗ് നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ട്രാക്കിംഗ് നമ്പർ ഇത് ആക്ച്വലി ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ട്രാക്കിംഗ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് റെസിപ്റ്റ് നോട്ടിന് എഗെയിൻസ്റ്റ് ആണ് നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്യുക, ആരോ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കണ്ട് ഓർഡർ നമ്പർ, അതായത് ഈ ഒരു ഓർഡർ 01 എന്ന് പറയുന്ന പർച്ചേസ് ഓർഡർ ഓൾറെഡി ചെയ്തു. പർച്ചേസ് ഓർഡർ നമ്മൾ പ്രൈം ട്രേഡേഴ്സിന് കൊടുത്തു, അത് കഴിഞ്ഞ് റിസീവ് ചെയ്തു. പ്രൈം ട്രേഡേഴ്സ് നമുക്ക് സാധനം തന്നു, റിസീവ് ചെയ്തതിന് ശേഷം ഇപ്പോൾ റിജക്റ്റ് ചെയ്യുവാണ്. ആ ഒരു ഫ്ലോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇനി ഇവിടെ ഗോഡൗൺ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നു, ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. 50 ആണ് നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നത് എത്രയാണ്, 2 ആണ്. നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 2 ആണ് റിജക്റ്റ് ചെയ്യുന്നത്, സോ 2 അവിടെ കൊടുക്കാം. ദെൻ റേറ്റ് ഒക്കെ സെയിം ആണ്, എൻറ്റർ ചെയ്യുന്നു. എമൗണ്ട് നമ്മൾ എൻറ്റർ ചെയ്യുന്നു. ഇനി ഇതുപോലെ ഇനി ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി അപ്ലൈ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ എൻഡ് ഓഫ് ലിസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ റിജക്ഷൻ ഔട്ട് എന്നാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നറേഷനൊക്കെ കൊടുക്കുന്നെങ്കിൽ കൊടുക്കുക, അതർവൈസ് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ സേവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റിജക്ഷൻ ഔട്ട് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെയാണ് റിജക്ഷൻ ഇന്ന്. നമുക്കിപ്പോൾ റിജക്ഷൻ ഇന്നും കൂടെ ഒന്ന് നോക്കാം. റിജക്ഷൻ ഇന്നെന്ന് പറയുമ്പോഴും സെയിം ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. റിജക്ഷൻ ഇന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി സെയിൽ ഓർഡർ റിസീവ് ചെയ്തു, ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്നും റിസീവ് ചെയ്തു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നു ആ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു കസ്റ്റമറിന് നമ്മൾ സാധനം ഡെലിവർ ചെയ്യുന്നു. ഡെലിവർ ചെയ്തതിന് ശേഷം സെയിൽസ് ബില്ല് നമ്മൾ ചെയ്തിട്ടില്ല, ബില്ലിംഗ് ചെയ്തിട്ടില്ല, അത് സെയിൽസ് ബില്ല് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ സെയിൽസ് ബില്ല് കൊടുക്കുന്നതിന് മുന്നേ തന്നെ റിജക്റ്റ് ചെയ്യുവാണ്, കസ്റ്റമർ റിജക്റ്റ് ചെയ്ത് നമുക്ക് തരുവാണ്. സോ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ കാണിക്കുന്നത് റിജക്ഷൻ ഇന്നിലായിരിക്കും. ഓക്കെ, ഇനി സെയിൽസ് ബില്ല് ചെയ്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കാണിക്കുന്നത് ക്രെഡിറ്റ് നോട്ടിലോ ആയിരിക്കും. അപ്പോൾ അതിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് നോട്ടിൽ നമ്മൾ റിട്ടേൺ കാണിക്കുമ്പോൾ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ ഫിനാൻഷ്യലി അത് എഫക്റ്റ് ചെയ്യും. അതേസമയം സെയിൽസ് ബില്ല് ചെയ്യുന്നതിന് മുന്നേ ആയതുകൊണ്ട് തന്നെ അത് ഒരിക്കലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല, ഓൺലി ഇൻവെൻറ്ററി, നമ്മുടെ ഇൻവെൻറ്ററി മാത്രമായിരിക്കും എഫക്റ്റ് ചെയ്യുക. ഇതാണ് എൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് എൻട്രിയാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നതെന്ന് പറയാം. അപ്പോൾ ഞാനിവിടെ ഗ്ലോബൽ എൻ്റർപ്രൈസസ്, അപ്പോൾ അതിൻ്റെയും കൂടി ഞാൻ ആ റിപ്പോർട്ടൊന്ന് എടുത്ത് കാണിക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ് നേരത്തെ എടുത്ത പോലെ തന്നെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രിക്കകത്ത് ഇവിടെ നമുക്ക് വേണ്ട സെയിൽസ് ബിൽ പെൻഡിങ് ആണ്. സെയിൽസ് ബില്ലിംഗ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമുക്ക് കാണാം LED 40 ഇഞ്ച് TV എന്ന് പറയുന്ന സ്റ്റോക്കാണ് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുണ്ട്. ഗുഡ്സ് ഡെലിവർ ബട്ട് ബിൽസ് നോട്ട് മെയ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഡെലിവർ ചെയ്തിട്ടുള്ള ഏത് പാർട്ടിക്കാണ്, ഏത് കസ്റ്റമറാണ്, ഗ്ലോബൽ എൻ്റർപ്രൈസസ് 10 എണ്ണമാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 10 എണ്ണത്തിൽ നിന്നും ഒരെണ്ണം ഞാൻ റിജക്റ്റ് ചെയ്യുന്ന, അതായത് കസ്റ്റമർ റിജക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മുടെ ടാലി പ്രൈമിൽ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് റിജക്ഷൻ ഇന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഗേറ്റ് വേ ടാലിക്കകത്ത് വൗച്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഇതുപോലെ റിജക്ഷൻ ഇന്നും നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടില്ല, അപ്പോൾ അത് നമുക്ക് ആദ്യം ആക്റ്റീവ് ആക്കാം. അതർ വൗച്ചേഴ്സിനകത്ത് പോവുക. അതർ വൗച്ചേഴ്സിനകത്ത് ഷോ ഇനാക്റ്റീവ് കൊടുക്കുക. അതിനകത്ത് റിജക്ഷൻ ഇൻ സെലക്ട് ചെയ്യുക. Ctrl+F6 ആണ് ഷോർട്ട് കീ. അപ്പോൾ ഇവിടെ നമുക്ക് ആക്റ്റീവ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ആക്റ്റീവ് ആക്കാം. റിജക്ഷൻ ഇന്ന് കൊടുക്കുന്നു, ദെൻ എസ് കൊടുക്കുക. എസ് കൊടുക്കുമ്പോൾ നമുക്ക് ആക്റ്റീവ്, റിജക്ഷൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഓൾറെഡി ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് Ctrl+F6 കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അതർ വൗച്ചേഴ്സിൽ പോയി സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ എക്സാമ്പിൾ ഗ്ലോബൽ എൻ്റർപ്രൈസസ്, എക്സാമ്പിൾ അനുസരിച്ച് ഗ്ലോബൽ എൻ്റർപ്രൈസസ് ആണ്. സോ ഗ്ലോബൽ എൻ്റർപ്രൈസസ് സെലക്ട് ചെയ്യുക. ദെൻ നെയിം ഓഫ് ഐറ്റം ഫീൽഡിൽ വന്നിട്ട് ഏതാണ് സ്റ്റോക്ക്, അപ്പോൾ LCD 40 ഇഞ്ച് TV ആണ് നമ്മൾ ഡെലിവർ ചെയ്തിട്ടുള്ളത്. സോ അത് തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ട്രാക്കിംഗ് നമ്പർ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ട്രാക്കിംഗ് നമ്പറിൽ നിന്ന് ആ ഒരു ട്രാക്കിംഗ് നമ്പറിൽ ഡീറ്റെയിൽസ് വരുന്ന റോ ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ആയിരിക്കും കാണിക്കുന്നത്, ടോട്ടൽ ഡെലിവറി ചെയ്ത ക്വാണ്ടിറ്റിയാണ് നമുക്കിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ ക്വാണ്ടിറ്റി ഒന്ന് ജസ്റ്റ് മാറ്റി കൊടുക്കുക. അപ്പോൾ 1 ആണ് ഞാൻ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്, ജസ്റ്റ് 1 കാണിക്കുന്നു. ഓക്കെ ഓക്കെ, ദെൻ എൻ്റർ ചെയ്യുക, എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും നറേഷൻ ഉണ്ടെങ്കിൽ നറേഷൻ കാണിക്കുക, ദെൻ സേവ് ചെയ്യുക. ഞാനിവിടെ നറേഷനൊന്നും കൊടുക്കുന്നില്ല, സേവ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഔട്ടും രജിസ്ട്രേഷൻ ഇൻ എന്ന് പറയുന്ന 2 വൗച്ചേഴ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി വീണ്ടും നമുക്കൊന്ന് നമ്മുടെ റിപ്പോർട്ടൊന്ന് എടുത്ത് നോക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിനകത്ത് ഇൻവെൻറ്ററി റിപ്പോർട്ടിൽ മാത്രമേ വരുള്ളൂ, നമ്മുടെ ഫിനാൻഷ്യലി അതിന് ഞാൻ പറഞ്ഞു എഫക്റ്റ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാവില്ല. ഞാൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇൻവെൻറ്ററി എടുത്തു. അഗെയിൻ ഞാൻ പർച്ചേസ് ബിൽസ് പെൻഡിങ്ങും സെയിൽസ് ബിൽ പെൻഡിങ്ങും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, പർച്ചേസ് ബിൽ പെൻഡിങ്ങിൽ ഇപ്പോൾ പെൻഡിങ് ക്വാണ്ടിറ്റി കാണിക്കുന്ന 48 ആയിരുന്നു. ബിഫോർ അത് 50 ആയിരുന്നു, ഇപ്പോൾ അത് 48 ആയിട്ടുണ്ട് അല്ലേ. 2 എണ്ണം നമ്മൾ റിജക്റ്റ് ചെയ്തു അതുകൊണ്ട്. അപ്പോൾ ഈ 48ൻ്റെ ടോട്ടൽ വാല്യൂ ആണ് വന്നിരിക്കുക. അപ്പോൾ ഈ 96,000 ഇനി നമ്മൾ ബില്ലിംഗ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സെയിൽസ് ബിൽ പെൻഡിങ്ങിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരെണ്ണം റിജക്റ്റ് ചെയ്തത് കൊണ്ട് 9 എണ്ണത്തിൻ്റെ ബില്ലിംഗ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോഴും നമ്മൾ ബില്ലിംഗ് ചെയ്തിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് റിജക്ഷൻ ഔട്ടും ഇന്നും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എക്സസൈസിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഒരു കമ്പനി നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. എല്ലാ എക്സസൈസും ഫോളോ ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ സിൽവർ ലൈൻ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി ഓപ്പൺ ചെയ്യുക. ഇല്ല ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓർഡർ കൊടുക്കണം, ഡെലിവറി ചെയ്യണം. അപ്പോൾ ആ ഒരു ഫ്ലോയിൽ ചെയ്ത് നോക്കിയാൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും.
അപ്പോൾ ഇതിപ്പോൾ ഓൾറെഡി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത്, അതായത് എല്ലാ എക്സസൈസും കണ്ടിന്യൂ ചെയ്യുന്നവർക്ക്. അപ്പോൾ ഇവിടെ സിൽവർ ലൈൻ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനി ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രീവിയസ്ലി ഓൾറെഡി നമ്മൾ ഡെലിവറിയും റെസിപ്റ്റും ചെയ്തിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് ആണ് റിജക്ഷൻ ഔട്ടും റിജക്ഷൻ ഇന്നും ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്, ജസ്റ്റ് പാർട്ടിയും ഒരു ഐറ്റവും ഒക്കെ സ്റ്റോക്കൊക്കെ മാറ്റം ഉണ്ടെന്നേ ഉള്ളൂ, ചെറിയ ചേഞ്ചസ് ഉണ്ടെന്നേ ഉള്ളൂ, ക്വാണ്ടിറ്റി ഒക്കെ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചസേ ഉള്ളൂ. അപ്പോൾ റിജക്ഷൻ ഔട്ടിന് വേണ്ടിയിട്ട് ഫസ്റ്റ് പറയുന്നുണ്ട് ജ്യോതി ഇലക്ട്രോണിക്സ്. അപ്പോൾ ജ്യോതി ഇലക്ട്രോണിക്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഓൾറെഡി റിസീവ് ചെയ്തിട്ടുണ്ട് ഗുഡ്സ്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് നമ്മൾ റിജക്ഷൻ ഔട്ട് കാണിക്കുക. അതുപോലെ തന്നെ ഗാഡ്ജറ്റ് വേർഡ് എന്ന് പറയുന്ന കസ്റ്റമറിന് നമ്മൾ ഓൾറെഡി ഡെലിവറി നോട്ടിൽ ഡെലിവറി കാണിച്ചിട്ടുണ്ട്, സ്റ്റോക്ക് ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതിന് അഗെയിൻസ്റ്റ് റിജക്ഷൻ കാണിക്കാം. അപ്പോൾ ഇത് ഒന്ന് ചെയ്ത് നോക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.